ശ്രീ അനിൽ ബോസ്, ഏപ്രിൽ 26 തീയതിയായി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഈ ഘട്ടത്തിലെ ഒരു ആത്മവിശ്വാസം? 40 ദിവസമാണ് ഇനിയുള്ളത്. അല്ല, ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യമായിട്ടാണ് ദിവസം. എന്തായാലും ഇവിടെ കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുന്നണികളും, ഒരു പാർട്ടി അല്ലെങ്കിൽ മുന്നണി അവരുടെ പൂർണ്ണമായ സ്ഥാനാർത്ഥി പട്ടികയായിട്ടില്ല. ബാക്കി എല്ലാവരും തന്നെ LDFും UDFും പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വളരെ സജീവമായ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ 40 ദിവസം എന്ന് പറയുന്നത് മതിയാവും എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വളരെ വേഗത്തിൽ വളരെ ആസൂത്രിതമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള എല്ലാ ഒരുക്കവും UDF പൂർത്തിയാക്കിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ ഇന്നത്തെ കാഴ്ചപ്പാട്, സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ വികാരമുണ്ട്, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരായുള്ള അതിശക്തമായ പ്രതിഷേധമുണ്ട്. ഇത് രണ്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഗുണപരമായി മാറും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പക്ഷേ തീയതി പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ആളുകൾ, പ്രധാനപ്പെട്ട നേതാക്കൾ, വലിയ നേതാക്കൾ എന്ന് പറയുന്നില്ല, പക്ഷേ അറിയപ്പെടുന്ന മുഖങ്ങളൊക്കെ BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, നമ്മൾ കേരളത്തിലെ മാത്രം എടുത്ത് ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് പ്രശ്നം. ഇപ്പോൾ കർണാടകയിൽ തന്നെ പല BJPയുടെ MLA മാരും മുതിർന്ന നേതാക്കളും കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കും.